നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ചിങ്ങമാസം കൊല്ലവർഷം 1202 ആരംഭിക്കുന്നതോടുകൂടി പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ കാരണം ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ വലിയ ഭാഗ്യങ്ങളും സാമ്പത്തികമായ പുരോഗതിയൊക്കെ വരുന്നുണ്ട്. ജ്യോതിഷപ്രകാരം 2026 ഹംസരാജയോഗം, ഭദ്രരാജയോഗം, ഗജകേശ്വരി യോഗം എന്നിവയൊക്കെ രൂപപ്പെടുന്നതിനാൽ താഴെ പറയുന്ന നക്ഷത്രക്കാർക്ക് മികച്ച സമയമായിരിക്കും ചിങ്ങം 1 മുതൽ. ഏതൊക്കെ കൂറുകാരെന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. മിഥുനക്കൂറുകാർക്ക് മിഥുനക്കൂറ് മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർത്തം ആദ്യ മുക്കാൽ ഭാഗം എന്നിവരാണ് മിഥുനക്കൂറുകാർ. മിഥുനക്കൂറുകാർക്ക് ബുധൻ സ്വന്തം രാശി സംക്രമണം വഴി ഇവർക്ക് ബിസിനസ്സിലും തൊഴിലിലും വലിയ മുന്നേറ്റവും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം ആദ്യ കാൽ. ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് കരിയറിൽ പെട്ടെന്നുള്ള സ്ഥാനക്കയറ്റവും അതുപോലെ തന്നെ പുതിയ വാഹന സ്രോതസ്സുകളൊക്കെ ലഭിക്കാനുള്ള യോഗവുമുണ്ട്. സമൂഹത്തിൽ വലിയ ബഹുമാനം എന്നിവയൊക്കെ ലഭിക്കുന്ന രാജയോഗ സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് പുതുവർഷഫലം. അടുത്തത് ധനുക്കൂറുകാരാണ്. ധനുക്കൂറുകാർക്ക് മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. വ്യാഴത്തിൻ്റെയും കേതുവിൻ്റെയും അനുകൂല സ്വാധീനം മൂലം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ധനലാഭത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ് പുതുവർഷഫലം. അടുത്തത് മീനക്കൂറുകാരാണ്. മീനക്കൂറിൽ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. വ്യാഴത്തിൻ്റെ ഗജകേശ്വരി യോഗ ഫലമായി വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലപരമായ സമയമാണ്. വീട്, പുതിയ വാഹനം ഒക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക്. ഈ വരുന്ന പുതുവർഷം എല്ലാവർക്കും നല്ല സമയമാവട്ടെ, നല്ല നല്ല രാജയോഗങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.